Yes, now we go to the section 12.2 Comparison Test. The comparison test for series. The comparison test and alternating series. ഇതാണ് അടുത്ത സെക്ഷൻ. അപ്പോൾ ഈ സെക്ഷനിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് എ കമ്പാരിസൺ ടെസ്റ്റ് എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടെസ്റ്റുകളൊക്കെ പഠിക്കണം. ടെസ്റ്റൊക്കെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്. സോ ഫസ്റ്റ് വൺ, കമ്പാരിസൺ ടെസ്റ്റ്. ഈ പേര് പോലെ തന്നെ ഈ ടെസ്റ്റിൽ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ രണ്ട് സീരീസിനെ കമ്പയർ ചെയ്യുന്ന ഒരു റിസൾട്ടാണിത്. സോ ഇറ്റ് സേസ് ദാറ്റ് let sigma equal to 1 to infinity ai and sigma equal to 1 to infinity bi be series such that mod ai is less than or equal to bi and if sigma I equal to 1 to infinity bi is convergent, then sigma I equal to 1 to infinity ai is convergent. Is also convergent. So it says that അതായത് നമുക്ക് രണ്ട് സീരീസ് ഉണ്ട് വിചാരിക്കാം. എ ഐ എന്ന് പറയുന്ന ഒരു സീരീസും ബി ഐ എന്ന് പറയുന്ന സിഗ്മ എ ഐയും സിഗ്മ ബി ഐയും രണ്ട് സീരീസ് ആണെങ്കിൽ ഈ രണ്ട് സീരീസുകൾക്കും ഇടയിൽ ഒരു കമ്പാരിസൺ ഒരു കമ്പയറിംഗ് റിസൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് കമ്പയറിംഗ് റിസൾട്ട് ഈസ് മോഡ് എ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ. ഇതിൻ്റെ മീനിങ് എന്താ? എ ഐയുടെ മോഡുലസ് വാല്യൂ ബി ഐനേക്കാളും കുറവാണെങ്കിൽ ഓർ ബി ഐ എ ഐയുടെ മോഡുലസ് വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, ഗ്രേറ്ററോ അതിനോട് ഈക്വലോ ആണെങ്കിൽ വി ക്യാൻ അപ്ലൈ ദിസ് റിസൾട്ട്. അതിനെന്താ പറയുന്നത്? ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കമ്പാരിസൺ ചെയ്യില്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും വീട്ടിലിപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ, ഇപ്പോൾ നിറയെ കുട്ടികളുണ്ടെങ്കിൽ, നിറയെ മക്കളുണ്ടെങ്കിൽ പറയും വലിയ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാണ് ചെറിയ കുട്ടികൾ പഠിക്കുക എന്ന് പറയും അല്ലേ? അപ്പോൾ നമുക്ക് മുമ്പേ ഉള്ളവർ, നമ്മളെക്കാളും വലുതായവർ എന്താണോ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നതെന്നല്ല, എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ഇപ്പോൾ എക്സാമിന് നല്ല മാർക്ക് വാങ്ങി, അല്ലെങ്കിൽ ഒരു നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അവനെ പോലെ ആവണം, അല്ലെങ്കിൽ അവളെ പോലെ ആവണം, ചേച്ചിയെ പോലെ ആവണം, ചേട്ടനെ പോലെ ആവണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ എ ഐനേക്കാളും ഗ്രേറ്റർ ആണ് ബി ഐ എന്ന് പറയുന്നതെങ്കിൽ ബി ഐ എന്ന് പറയുന്ന സീരീസ് കൺവേർജൻറ്റുമാണെങ്കിൽ ചെറിയ സീരീസായ അല്ലെങ്കിൽ അതിനേക്കാളും ലെസ് ആയിട്ടുള്ള എ ഐസ് ഉള്ള സിഗ്മ എ ഐ ഈക്വൽ ടു 1 to infinity എ ഐ എന്ന് പറയുന്ന സീരീസും കൺവേർജൻ്റ് ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. So we can say that whenever the large if a is less than or equal to bi, ഞാൻ എ ഐ എന്ന് യൂസ് ചെയ്താലും മോഡ് എ ഐ ഇതിൻ്റെ വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ആണെങ്കിൽ രണ്ട് സ്ഥലത്തും സമ്മേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ, വലിയ സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ അതിനേക്കാൾ ചെറിയ സീരീസും കൺവേർജ് ചെയ്തിരിക്കും എന്നാണ് ഈ കമ്പാരിസൺ റിസൾട്ടിലൂടെ അല്ലെങ്കിൽ ടെസ്റ്റിലൂടെ പറയുന്നത്. സോ വാട്ട് ഈസ് എൻ എക്സാമ്പിൾ? അപ്പോൾ പ്രോബ്ലം നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, ടെസ്റ്റ് ചെയ്ത കൺവേർജൻസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തരുമ്പോൾ നമുക്കതിൽ എങ്ങനെ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യണം എന്നറിയണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ question, show that sigma I equal to 1 to infinity 3 by 2 raised to I plus 4 converges. അപ്പോൾ ഇത് കൺവേർജ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ഏത് ടെസ്റ്റാണ് ആദ്യം ചെയ്യേണ്ടത്? ith ടേം ടെസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ith ടേം ടെസ്റ്റ്, അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ith ടേം എടുത്തെഴുതും. ഇതാണ് ith ടേം എടുത്തെഴുതിയിട്ട് അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ i ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് 0യിലേക്ക് പോയില്ല എങ്കിൽ ഉടനെ നമുക്ക് എഴുതാം ഡൈവേർജൻ്റ് ആണ്. 0യിലേക്ക് പോയാൽ ഒന്നും പറയാൻ പറ്റില്ല, കൺവേർജൻ്റ് ആവാനും ഡൈവേർജൻ്റ് ആവാനും ചാൻസ് ഉണ്ട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ പക്ഷേ ക്വസ്റ്റ്യൻ ഇവിടെ കൺവേർജൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനല്ല, കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഏതെങ്കിലും ടെസ്റ്റുകൾ ഉപയോഗിക്കാനായിരിക്കും നമുക്ക് പറ്റുക. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റാണ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ കമ്പാരിസൺ ടെസ്റ്റിലേക്കാണ് പോകുന്നത്. എങ്ങനെ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യും? അപ്പോൾ ഞാനിതിനെ സപ്പോസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity 3 by 2 raised to I എന്ന് പറയുന്ന സീരീസ് ഞാൻ കൺസിഡർ ചെയ്തു. എന്ന് വെച്ചാൽ ഈ 4 ഒഴിവാക്കിയിട്ട് ഇത് മാത്രം കൺസിഡർ ചെയ്തു. ഓക്കെ സപ്പോസ് ഇതിനെ ഞാൻ സിഗ്മ ഈക്വൽ ടു 1 to infinity ബി ഐ എന്ന് എഴുതി. ഓക്കെ, ഇത് മാത്രം ഈ 4 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ മാത്രം ഞാൻ ബി ഐ എന്ന് വിളിച്ചു. അപ്പോൾ ഈ സീരീസാണ് ബി ഐ. നമുക്ക് തന്ന സീരീസ് എ ഐ എന്ന് അസ്യൂം ചെയ്തു. ആൻഡ് sigma equal to 1 to infinity 3 by 2 raised to I plus 4 is equal to sigma equal to 1 to infinity ai എന്ന് എഴുതി. ലെറ്റ് ആണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുക.
ഓക്കെ, ഇനി ടെസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ എന്ന് കിട്ടണം. ആൻഡ് സിഗ്മ ബി ഐ ഈക്വൽ ടു 1 ബി ഐ കൺവേർജൻ്റ് ആണെന്നും കിട്ടണം. അപ്പോൾ ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്നും കിട്ടണം, മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ആണോ എന്നും കിട്ടണം. എങ്കിലേ റിസൾട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഫസ്റ്റ് വി കൺസിഡർ വാട്ട് ഈസ് മോഡ് എ ഐ. അപ്പോൾ മോഡ് എ ഐ എന്ന് പറയുമ്പോൾ എന്ത് വരും? മോഡ് ലെസ് ഓഫ് എ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടേം മൊത്തം 3/2⁴. ഓക്കെ, ദിസ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2⁴ എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ശരിയല്ലേ ഇങ്ങനെ എഴുതുന്നത്? എന്തുകൊണ്ടാണ്? ഇവിടെ ഡിനോമിനേറ്ററിൽ 4 ഉണ്ട്. അപ്പോൾ ഈ നമ്പറിൽ ഡിനോമിനേറ്ററിൽ 4 ഉണ്ട്, ഇവിടെ 4 ഇല്ല എന്ന് പറഞ്ഞാൽ ഏതാ കൂടുതലാവുക? ഇത് തന്നെയാണ് കൂടുതലാവുക. കാരണം എന്താ? ഇവിടെ 4 ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്തു എന്നാണ് അർത്ഥം. ഇതിനേക്കാളും ഡിനോമിനേറ്റർ കൂടുതൽ ഇതിനാണ്. ഡിനോമിനേറ്റർ കൂടുമ്പോൾ നമ്പർ ലെസ് ആവുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനേക്കാളും എന്തായാലും കുറവാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. സോ വി ക്യാൻ വിച്ച് ഇംപ്ലൈസ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഈക്വൽ ടു ബി ഐ. സോ വാട്ട് യു ഗെറ്റ് നൗ ഈസ് മോഡ് എ ഐ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇനി അറിയേണ്ടത് സിഗ്മ ഈക്വൽ ടു 1 to ∞ ബി ഐ എന്ന് പറയുന്ന സീരീസ് കൺവേർജൻ്റ് ആണോ എന്നറിയണം. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണോ എന്നറിയാം. നമ്മളിപ്പോൾ ഈ ലെവൽ വരെ പഠിച്ചിട്ടുള്ളതിൽ ജോമെട്രിക് സീരീസാണ് നമുക്ക് അത്യാവശ്യം കൺവേർജൻ്റ് ആയിട്ട് അറിയാവുന്ന സീരീസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് അതിനെ നോക്കണം. അപ്പോൾ ബി ഐ കൺസിഡർ ചെയ്തു. കൺസിഡർ സിഗ്മ ഐ ഈക്വൽ ടു 1 to ∞ ബി ഐ കൺസിഡർ ചെയ്യുന്നു. അതായത് സിഗ്മ ഐ ഈക്വൽ ടു 1 to ∞ ബി ഐ എന്ന് പറയുമ്പോൾ 3/2⁴. ഇതിന് വാല്യൂസ് കൊടുത്തു. ഐക്ക് 1 വാല്യൂ കൊടുത്തു. 1 കൊടുത്തു കഴിഞ്ഞാൽ 3/2. ഐക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 3/2². ഐക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ 3/2³ പ്ലസ് എക്സെട്ര. ഇനി ഇത് ജോമെട്രിക് സീരീസ് ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി. ഇത് ജോമെട്രിക് സീരീസ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. എങ്ങനെ ജോമെട്രിക് സീരീസ് ആണോ എന്ന് അറിയാൻ പറ്റും? ഇപ്പോൾ ഇത് ഫസ്റ്റ് ടേം 3/2 ആണ്. 3/2ൻ്റെ കൂടെ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ 3/2² കിട്ടും. 3/2² കൂടെ വീണ്ടും ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ 3/2³ കിട്ടും. അത് കിട്ടും എന്ന് ഉറപ്പാണ്. സോ ഇതിനെങ്ങനെ എഴുതാം? 3/2 പ്ലസ് 3/2 ഇൻറ്റു 1/2 പ്ലസ് പിന്നെയോ 3/2² ഇൻറ്റു 1/2 പ്ലസ് എക്സെട്ര. ഇങ്ങനെ എഴുതാം. ഇത് ചെയ്താൽ ഇത് കിട്ടും, ഇത് ചെയ്താൽ ഇത് കിട്ടും, ഇത് ചെയ്താൽ ഇത് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം ഇവിടെ ഏതാണ്? ഹിയർ എ ഈക്വൽ ടു 3/2 ആൻഡ് ആർ ഇസ് ഈക്വൽ ടു ആർ. ഏത് എലമെൻ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത്? 1/2 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത്. ദെർഫോർ ആർ ഇസ് ഈക്വൽ ടു 1/2. സോ വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ്? ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ്. ഓക്കെ, ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നത് എപ്പോഴാണ്? മോഡുലസ് ഓഫ് ആർ സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആകുമ്പോഴാണ് ഒരു ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നത്. ആൻഡ് മോഡുലസ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ്. ദെർഫോർ ഇറ്റ് ഈസ് കൺവേർജസ് ടു a/1 - r എന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ സമ്മ് കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ a/1 - r എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ മോഡ് ആർ ലെസ് ദാൻ 1 ആണെന്ന് കിട്ടുന്നു. അതുകൊണ്ട് ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. So what you get now? Mode A less than or equal to BI satisfy ചെയ്യുന്നു. സിഗ്മ ഈക്വൽ ടു 1 to ∞ BI എന്ന് പറയുന്നത് ജോമെട്രി സീരീസ് ആണെന്നും കോമൺ റേഷ്യോ 1/2 ആണെന്നും അത് ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് അത് കൺവേർജ് ചെയ്യുന്നു കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഈ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ ബൈ ദിസ് കമ്പാരിസൺ ടെസ്റ്റ് സിൻസ് സിഗ്മ ഈക്വൽ ടു 1 to ∞ BI is convergent and mode A is less than or equal to BI implies that by comparison test the series sigma equal to 1 to ∞ AI is convergent. വലിയ ആൾ കൺവേർജൻ്റ് ആയതുകൊണ്ട് ചെറിയ ആളും കൺവേർജൻ്റ് ആണ്. Which implies by comparison test sigma I equal to 1 to ∞ AI is convergent. And what is that series? That series is our question. That is sigma equal to 1 to ∞ 3/2⁴i+1 is convergent. ഇത് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി കമ്പാരിസൺ ടെസ്റ്റ് കാണിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് sigma equal to 1 to ∞ -1/i into 3/i+1 converges. ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ കൺസിഡർ ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? എ ഐ എന്ന് വിളിക്കുന്നു. ലെറ്റ് sigma equal to 1 to ∞ AI equal to sigma equal to 1 to ∞ -1/i into 3/i+1 എന്ന് വിളിച്ചു. ഓക്കെ, ഞാൻ എന്ത് ചൂസ് ചെയ്യും? ലെറ്റ്
ആൻഡ് ടേക്ക് സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി ഐ ഈക്വൽ ടു നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഏത് രീതിയിലെടുത്താൽ ഇങ്ങനെ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളതെടുത്ത് ചൂസ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താലേ അതെങ്ങനെ എടുക്കണമെന്ന് വേഗം മനസ്സിലാവുള്ളൂ. ഇതിനേക്കാളും ഗ്രേറ്റർ ആവും വേണം, കൺവേർജൻസ് കിട്ടുകയും വേണം. ആ രീതിയിലാണ് എനിക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചൂസ് ചെയ്യുന്നു? സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ഞാൻ ഇത് മാത്രം എടുക്കുന്നു. ഈ ടേം ഒഴിവാക്കി, ഈ ടേം ഒഴിവാക്കി. ഐ ടേക്ക് ഓൺലി ദ ടേം 3 raised to 1 by 3 raised to i plus 1 പ്ലസ് 1 ഒഴിവാക്കി ഞാൻ 3 raised to i എന്ന് വെച്ചാൽ ആ ഒരു അതിനകത്ത് ഏറ്റവും ലീഡ് ചെയ്യുന്ന ടേം ഏതാണോ അത് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇനി അത് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു കൺവേർജൻ സീരീസ് ഉണ്ടാക്കാൻ പറ്റുന്നതും ആയിരിക്കണം. റെഡി? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടത് മോഡ് എ ഐ ലെസ് ആൻ ഓർ ഈക്വൽ ടു ബി ഐ ഉണ്ടോ എന്ന് നോക്കണം. ആൻഡ് വാട്ട് ഈസ് മോഡ് എ ഐ? ഇതാണ്, ഇത് മൊത്തമാണ് എ ഐ. ദറ്റ് ഈസ് modulus of -1 raised to i divided by i into 3 raised to i plus 1. ഓക്കെ, ആൻഡ് ഇതിന് മോഡുലസ് -1ന് പവർ ഐ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഐക്ക് എന്ത് വാല്യൂസാണ് കൊടുക്കുന്നത്? 1 2 3 4 അങ്ങനെയുള്ള നമ്പേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ -1ന് നമുക്കറിയാം ഈവൻ പവർ വരുമ്പോൾ +1ഉം ഓഡ് പവർ വരുമ്പോൾ -1 എഴുതുക. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് മൈനസും പ്ലസ്സും ആണെങ്കിലും മോഡുലസിൽ പ്ലസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത് ഒഴിവായി പോകും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് 1 divided by i ഇൻറ്റു, ഇനി ഞാൻ മോഡുലസ് എഴുതുന്നില്ല, i plus 1 എന്നെഴുതി. ആൻഡ് ദിസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതൊരു ടേം ആയിട്ട് എടുത്തിരിക്കുകയാണ്. ദിസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഞാൻ ഈ i ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ +1 ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതായിരിക്കും വലുത്? ഇതാണോ വലുത്? 1/3 raised to i ആണോ വലുത്? ഉറപ്പായിട്ടും 1/3 raised to i ആയിരിക്കും വലുത് ഇതിനേക്കാളും. കാരണം ഇവിടെ i മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഡിനോമിനേറ്റർ കൂടി. ഇവിടെ 3യുടെ പവറിന് 1 കൂടുതലാണ്. അപ്പോൾ വീണ്ടും 3യുടെ പവറിൽ 1 കൂടെ കൂടുക എന്ന് പറയുമ്പോൾ എഗെയിൻ ഈ നമ്പർ ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ വലുതും ഇവിടുത്തെ ഡിനോമിനേറ്റർ ചെറുതുമാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? ഇതിനേക്കാളും വലുത് ഇത് തന്നെയായിരിക്കും. കാരണം ഡിനോമിനേറ്റർ കൂടുമ്പോൾ സംഖ്യ ചെറുതാവും. അതുകൊണ്ട് ഇതെപ്പോഴും ലെസ് ആവും. അതുകൊണ്ട് ദിസ് ഈസ് ഓൾവേസ് ലെസ് ആർ ഈക്വൽ ടു ദിസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് ബി ഐ. ഇതാണ് എൻ്റെ ബി ഐ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടി? മോഡ് എ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സീരീസിൻ്റെ കൺവേർജൻസിനെ കുറിച്ച് അറിയണം. അപ്പോൾ കൺസിഡർ ദ സെക്കൻഡ് സീരീസ്. സിഗ്മ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി ഐ കൺസിഡർ ചെയ്തു. അതെന്ന് പറയുമ്പോൾ സിഗ്മ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1/3 raised to i ആണ്. അതിൽ ഞാൻ ഐക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക 1/3 പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/3 ക്യൂബ് പ്ലസ് എക്സെട്ര. ഈ സീരീസ് ജോമെട്രി സീരീസ് ആണോ? ഏതെങ്കിലും ടേം ഒക്കെ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടോ? യെസ്. 1/3നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/3 സ്ക്വയർ കിട്ടും. അതിനെ വീണ്ടും 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ക്യൂബ് കിട്ടും. വീണ്ടും 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 raised to 4 കിട്ടും എക്സെട്ര. അപ്പോൾ ഈ സീരീസ് എന്ത് സീരീസാണ്? ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ്. ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം എത്രയാ? 1/3. കോമൺ റേഷ്യോ എത്രയാ? 1/3. ഇനി നമുക്കറിയാം ജോമെട്രി സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ കോമൺ റേഷ്യോയുടെ മോഡുലസ് വാല്യൂ സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആവണം. ആൻഡ് വി ഹാവ് മോഡുലസ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/3 വിച്ച് ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ഇംപ്ലൈസ് ദി സീരീസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി ഐ ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ നോക്കി, മോഡുലസ് ഓഫ് എ ലെസ് ആർ ഈക്വൽ ടു ബി ഐ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സിഗ്മ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി ഐ കൺവേർജൻ്റ് ആണ്. ദെർഫോർ ബൈ കമ്പാരിസൺ ടെസ്റ്റ് എന്ത് കിട്ടും? സിഗ്മ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഐ ഈസ് ആൾസോ കൺവേർജൻറ്റ്. ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. വാട്ട് ഈസ് എ ഐ? അവർ ക്വസ്റ്റ്യൻ -1 raised to i divided by i into 3 raised to i plus 1 ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൺവേർജൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് കൺവേർജൻസ് ചെക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഇനിയും കുറേ എക്സാമ്പിൾസും കുറേ പ്രോബ്ലംസും ഉണ്ട്. പക്ഷെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ പറയുക കേട്ടോ. വി ഗോ ടു ദി അനദർ ടെസ്റ്റ്, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, ദ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്നും കൂടെ പറയും. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്നും കൂടെ പറയാറുണ്ട്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. റേഷ്യോ ടെസ്റ്റിന് ഓൾറെഡി ഒന്നുകൂടെ പഠിക്കാനുണ്ട്. ദെർഫോർ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് അല്ലെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അങ്ങനെ ഓർത്ത് വയ്ക്കണം കേട്ടോ. സോ ദിസ് ടെസ്റ്റ് സേസ് ദാറ്റ് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ആദ്യം നമുക്ക് 2 സീരീസ് വേണം. എന്തായാലും കമ്പാരിസൺ എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യാൻ 2 ആൾക്കാർ വേണമല്ലോ. സോ ഒരു സിഗ്മ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഐ ആൻഡ് സിഗ്മ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി ഐ ബി സീരീസസ്, 2 സീരീസസ് എടുത്തിട്ടുണ്ട്, എ ഐയും ബി ഐയും.
വിത്ത് ഒരു കണ്ടീഷൻ പറയുന്നു, സെക്കൻഡ് സീരീസിലെ ബി ഐസ് എല്ലാവരും പോസിറ്റീവ് ആയിരിക്കണം ഫോർ എവരി ഐ. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 സീരീസ് എടുത്തിരിക്കുന്നു. അടുത്ത ഒരു സീരീസിലെ രണ്ടാമത്തെ സീരീസിലെ ബി ഐസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. അടുത്ത ടേംസ് ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. ഓക്കെ. ആൻഡ് ഫസ്റ്റ് കണ്ടീഷൻ, ആൻഡ് ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ഫോർ എവ്രി ഐ, തൊട്ട് മുമ്പിൽ പറഞ്ഞ അതേ റീസൺ തന്നെയാണ്. എ ഐനേക്കാളും വലുതാണ് ബി ഐ എങ്കിൽ, ഓർ അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ കൺസിഡർ ചെയ്യാം. അത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ, കാരണം ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എപ്പോഴും ഇൻഫിനിറ്റി തന്നെ കിട്ടണമെന്നും അല്ലെങ്കിൽ എപ്പോഴും ഒരു വാല്യൂ തന്നെ കിട്ടണമെന്നും നിർബന്ധമൊന്നുമില്ല. ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയേക്കാളും ചെറുതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം. സെക്കൻഡ് വൺ, ആൻഡ് second condition says that sigma equal to 1 to infinity bi is convergent. വലിയ സീരീസ് എന്തോ ആവണം? കൺവേർജൻറ്റും ആവണം. then sigma equal to 1 to infinity ai is convergent. തൊട്ട് മുമ്പിൽ കമ്പാരിസൺ ടെസ്റ്റിൽ എന്താ പറഞ്ഞേ? 2 സീരീസ് സിഗ്മ എ യും സിഗ്മ ബി ഐ ഉണ്ടെങ്കിൽ മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ആവുകയും സിഗ്മ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി ഐ കൺവേർജൻ്റ് ആവുകയും ചെയ്താൽ സിഗ്മ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ ഐ കൺവേർജൻ്റ് ആവും എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ പറയുന്നത്, നിങ്ങൾ ഇത് ഓൾറെഡി തൊട്ട് മുമ്പിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അത് വിട്ട് കളഞ്ഞിട്ട് ഇത് ആലോചിച്ച് വയ്ക്കുക. ഈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിൽ പറയുന്നത് 2 സീരീസസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ കൺവേർജൻസ് അല്ലെങ്കിൽ ഡൈവേർജൻസ് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ, ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ 1. 2, സിഗ്മ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി ഐ കൺവേർജൻ്റ് ആവുകയും, ഇത് രണ്ടും സംഭവിക്കണം. കൺവേർജൻ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ദെൻ സിഗ്മ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ ഐ കൺവേർജൻ്റ് ആണ്. ഇത്രയാണ് പഠിക്കേണ്ടത്. ഇതും ഈ 2 കണ്ടീഷനും ഉണ്ടെങ്കിൽ ചെറിയ സീരീസ് കൺവേർജൻ്റ് ആണ്. 1. രണ്ടാമത്തെ കാര്യം, ഇഫ് അടുത്തത് 1 എ ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഐ എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്, ഇൻഇക്വാലിറ്റി തിരിച്ചാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എ ഐ വലിയ സീരീസും ബി ഐ ചെറിയ സീരീസും ആവണം. ഓർ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ, അവിടെ മോഡുലസ് ഒന്നും പറഞ്ഞില്ല, എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ പോസിറ്റീവുമാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0. ആൻഡ് സെക്കൻഡ് വൺ, സിഗ്മ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി ഐ ഈസ് ഡൈവേർജൻറ്റ്, ദെൻ സിഗ്മ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ ഐ ഈസ് ഡൈവേർജൻറ്റ്. എന്താ പറയണമെന്ന് നോക്കാം. സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീരീസാണ് രണ്ടാമത്തെ സീരീസിനേക്കാളും ഗ്രേറ്റർ ആവുന്നതെങ്കിൽ, അതിൽ ഓരോ ടേംസും ഗ്രേറ്റർ ആണെന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. അല്ലെങ്കിൽ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ഡിവൈഡ് ബൈ ബി ഐ നിങ്ങൾ വാല്യൂറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ട് എങ്കിൽ. ആൻഡ് ഒരു കാര്യം കൂടെ വേണം, ചെറിയ സീരീസ്, ഇവിടെ ഇത് ഇയാളെ ചെറുതാട്ടോ, ഇവിടെ ഇയാളാണ് വലുത്, ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വലിയ സീരീസും ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഈ കമ്പാരിസൺ ടെസ്റ്റിലൂടെ പറയും, ലിമിറ്റിൻ്റെ വാല്യൂ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതേ ഉള്ളൂ. 2 സീരീസ് സിഗ്മ എ ഐയും സിഗ്മ ബി ഐയും ഉണ്ട്. സച്ച് ദാറ്റ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ അല്ലെങ്കിൽ മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സച്ച് ദാറ്റ് ബി ഐ എന്ന് പറയുന്ന സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ആളും കൺവേർജ് ചെയ്യും, സിഗ്മ എ ഐയും കൺവേർജ് ചെയ്യും. അല്ല തിരിച്ച്, ഇതേ കാര്യത്തിൽ നിന്ന് തന്നെ എനിക്കത് പറയാൻ പറ്റും. ഈ എ ഐ ആണ് ഡൈവേർജ് ചെയ്യുന്നതെങ്കിൽ വലിയ ആളും ഡൈവേർജ് ചെയ്യും. അപ്പോൾ വലിയ ആൾ കൺവേർജ് ചെയ്താൽ ചെറിയ ആളും കൺവേർജ് ചെയ്യും, ചെറിയ ആൾ ഡൈവേർജ് ചെയ്താൽ വലിയ ആളും ഡൈവേർജ് ചെയ്യും എന്നാണ് ഈ കമ്പാരിസൺ ടെസ്റ്റിൻ്റെ മീനിങ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. പ്രോബ്ലം, ഷോ ദാറ്റ് സിഗ്മ ഐ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 2/4 ഈസ് ഓർ ഐ ഡൈവേർജസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഈ കമ്പാരിസൺ ടെസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആ സീരീസിൽ നിന്നും ഡോമിനൻറ്റ് ടേം ഏതാണെന്നും മനസ്സിലാക്കാൻ പറ്റും. ഡോമിനൻറ്റ് ടേം എന്ന് വെച്ചാൽ ഐക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ ആരാണ് ഇതിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2 ചേഞ്ച് ആവുമോ, 4 ചേഞ്ച് ആവുമോ? ഒരിക്കലും ഇല്ല. ഏതാ ചേഞ്ച് ആവുള്ളൂ? ഈ ഐ വരുന്ന ടേംസ് ചേഞ്ച് ആവുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡോമിനൻറ്റ് ടേം ഏതാ? 1/i എന്നുള്ളതാണ് ഡോമിനൻറ്റ് ടേം. ഇതൊക്കെ ഫിക്സഡ് വാല്യൂസാണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം തന്ന സീരീസിനെ എ ഐ എന്ന് വിളിക്കണം. ലെറ്റ് സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity എ ഐ is equal to സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity 2 divided by 4 plus i എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ബി ഐ എന്ന് പറയുന്ന സീരീസ് നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന സീരീസുമായിട്ട് കണക്ട് ചെയ്ത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഡോമിനൻറ്റ് ടേമാണ് ഞാൻ എടുക്കുന്നത്. സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity ബി ഐ is equal to സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity 1 by i എന്നെടുത്തു. ഓക്കെ, ഇനി കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ എ ഐയും ബി ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയണം. ആൻഡ് വാട്ട് ഈസ് മോഡുലസ് ഓഫ് എ ഐ? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 2 divided by 4 plus i. ആൻഡ് ക്ലിയർലി വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by i. കാരണം എന്താ, ഇത് ഓൾവേസ് ലെസ് ദാൻ. നോക്കി, ഇവിടെ 2 കൂടുതലാണ്. അപ്പോൾ 2 അവിടെ നിന്നാലും ഡിനോമിനേറ്ററിൽ ഇവിടെ 4 ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിൽ അത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇയാൾ തന്നെയാണ് വലുത്. സോ ദിസ് ഈസ് ക്ലിയർലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by i ആൻഡ് 1 by i ഈസ് നത്തിങ് ബട്ട് ബി ഐ അല്ലേ. അപ്പോൾ മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ സാറ്റിസ്ഫൈ ചെയ്യുന്നു. മോഡ് എ ഐ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി ഇതിൽ ആരാണോ കൺവേർജൻ്റ് ആവുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഞാൻ നോക്കി ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. സിഗ്മ ബി ഐനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് സിഗ്മ ബി ഐ? സിഗ്മ ഈക്വൽ ടു 1 to infinity ബി ഐ എന്ന് വെച്ചാൽ സിഗ്മ ഈക്വൽ ടു 1 to infinity ബി ഐ എന്ന് വെച്ചാൽ സിഗ്മ ഈക്വൽ ടു 1 to infinity 1 by i. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ഈ സീരീസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏത് സീരീസാണ്? ഹാർമോണിക് സീരീസ് ആണ്. ഹാർമോണിക് സീരീസ് എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്യുന്നു. വിച്ച് ഈസ് ഹാർമോണിക് സീരീസ്. ഹാർമോണിക് സീരീസ് ആൻഡ് ഇറ്റ് ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ വലിയ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയ സീരീസിനെ നമുക്ക് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല. വലിയ സീരീസ് കൺവേർജ് ചെയ്താൽ ചെറിയ സീരീസും കൺവേർജ് ചെയ്യും എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഡൈവേർജൻസിൻ്റെ കാര്യം അതുപോലെ പറയില്ല. വലിയ ആൾ തെറ്റ് ചെയ്താൽ ഉടനെ നീയും പോയി തെറ്റ് ചെയ്യുന്ന ആരും പറഞ്ഞു കൊടുക്കില്ല. നല്ല കാര്യങ്ങൾ ചെയ്താലല്ലേ റിപ്പീറ്റ് ചെയ്യാൻ നമ്മളോട് പറയുള്ളൂ. അപ്പോൾ ഈ ബി ഐ കൺവേർജൻ്റ് ആണെങ്കിൽ മാത്രമേ ഇയാളും കൺവേർജ് ചെയ്യുന്നു എന്ന് എനിക്ക് എഴുതാൻ പറ്റൂ. ഇയാൾ ഡൈവേർജ് ചെയ്യുന്ന സ്ഥിതിക്ക് എനിക്ക് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് എ ഐയും ഡൈവേർജ് ചെയ്യുന്നു എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി ലിമിറ്റ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കമ്പാരിസൺ ടെസ്റ്റ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? എ ഐ ലെസ് ആർ ഈക്വൽ ടു ബി ഐ കിട്ടുകയും സിഗ്മ ബി ഐ കൺവേർജൻ്റ് ആവുകയും ചെയ്യുന്ന കേസിലാണ് എനിക്ക് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് തിരിച്ചു വന്ന് നോക്കിയാൽ സിഗ്മ ബി ഐ ഡൈവേർജ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അല്ലെങ്കിൽ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിലേക്ക് വരാനുള്ള കാരണം. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. So limit comparison test ഉപയോഗിക്കാനായിട്ട് I have to consider limit I tends to infinity ai divided by bi. ഇതാണ് അവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. So that is equal to limit I tends to infinity ai എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരുന്നു 2 divided by 4 plus i whole divided by bi എന്ന് പറഞ്ഞാൽ 1 by i. That is equal to limit I tends to infinity 2 divided by 4 plus i into i divided by 1 അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി. ഡയറക്റ്റ്ലി ഐ ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. 2i ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു ഐ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് 4 by i plus 1 എന്ന് കിട്ടും. ഈ ഐയും ഐയും ക്യാൻസൽ ചെയ്താൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1 ഡിവൈഡഡ് ബൈ 4 by infinity plus 1. That is 1 divided by 1 by infinity is 0. So 4 into 0 0. 0 plus 1. So you will be get 4 എന്നാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു അല്ലേ. ഐ എം സോറി. സോ 2 എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ യു വിൽ ബി ഗെറ്റ് ദി ആൻസർ 2. ഇനി 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ. അപ്പോൾ നമ്മുടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ബൈ ബി ഐ ഈസ് എ പോസിറ്റീവ് വാല്യൂ. ലെസ് ദാൻ ഇൻഫിനിറ്റി എ പോസിറ്റീവ് വാല്യൂ കിട്ടുകയും പിന്നെയോ സെക്കൻഡ് സീരീസ് ഡൈവേർജ് ചെയ്യുകയും ചെയ്താൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഫസ്റ്റ് സീരീസും ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് എ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ഫോർ എവരി ഐ ആവാം. അതിവിടെ ആവുന്നില്ല. അല്ല എങ്കിൽ ഓർ ഈഫ് ലിമിറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. രണ്ടാമത്തെ കേസിൽ ഓർ കേസാണ് പറയുന്നത്. ഇഫ് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ ഈസ് പോസിറ്റീവ് ആൻഡ് സെക്കൻഡ് സീരീസ് ഡൈവേർജും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് വി ഹാവ് സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity ബി ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity 1 by i, it is diverges അല്ലേ. Diverges. Therefore by ratio comparison test or limit comparison test, ratio comparison test, sigma I equal to 1 to infinity ai is divergent.
ഡൈവേർജൻ്റ് ആദ്യത്തെ കമ്പാരിസൺ ടെസ്റ്റിലൂടെ അത് പറയാൻ പറ്റില്ല, ലിമിറ്റ് ഉപയോഗിച്ചുള്ള ടെസ്റ്റിൽ മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. റേഷ്യോ കമ്പാരിസൺ എന്ന് പറയാനുള്ള കാരണം എ ഐ ഡിവൈഡ് ബൈ ബി ഐ എന്നൊക്കെ പറഞ്ഞ റേഷ്യോ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. Divergent, that is sigma equal to 1 to infinity. What is AI? AI is our question. There no question. 2 divided by 4 plus I is divergent. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചത് എങ്ങനെയായിരുന്നു? ഇവിടെ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ആൻഡ് ദെൻ നമ്മൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണത് കണ്ടുപിടിച്ചത്.